Krishna's color key. Let's talk, let's chat, and let's enjoy. ഹായ്, എല്ലാവർക്കും കൃഷ്ണ സ്കൂളിലേക്ക് സ്വാഗതം. ഇപ്പം ഈ അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട മുഹമ്മദ് സനൂഫ് ഇല്ലേ, അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് യു പി എ ചുമത്തിയെന്ന്. എന്താണ് ഈ യു പി എ? ആരെങ്കിലും അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്താണ് യു പി എ എന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു എന്താണ് ഈ യു പി എ, ഒന്നൊന്ന് അന്വേഷിക്കണമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ UAPA എന്നാണ്. യു പി എ അല്ല, UAPA എന്ന് പറഞ്ഞാൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നുള്ളതാണ് UAPA കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇറ്റ് ഈസ് ഇന്ത്യസ് പ്രൈമറി ആൻറ്റി ടെററിസം ആൻഡ് ആൻറ്റി സെസിഷൻ ലെജിസ്ലേഷൻ. Anti-secession legislation enacted in 1967, it allows the federal government to declare associations as unlawful and gives agencies broad power to criminalize actions threatening India's sovereignty. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അതായത് ഇന്ത്യയിലെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് അൺലോഫുൾ മീൻസ് ലോയ്ക്ക് വിരുദ്ധമായിട്ടുള്ള എന്ത് സംഭവിക്കുന്നോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ്സ് എ പവർ ടു ക്രിമിനലൈസ് ആക്ഷൻസ് ത്രെറ്റനിങ് ഇന്ത്യസ്. അപ്പോൾ ഇന്ത്യയുടെ നമ്മുടെ ഭാരതത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അതിന് എഗെൻസ്റ്റ് ഒരു ആക്ഷൻ, ക്രിമിനൽ ആക്ഷൻ വരികയാണെങ്കിൽ, ആൻഡ് ദാറ്റ് ഈസ് അൺലോഫുൾ, ലോയ്ക്ക് ചേരാത്തതായിട്ട് വരുന്ന എന്ത് ആക്ഷനെയും ചെയ്യുന്ന ആളുകളെ നമ്മൾ പെടുത്തുന്ന ഒരു ആക്റ്റാണിത് UAPA എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ എനിക്ക് മലയാളം അറിയത്തില്ല കേട്ടോ. നമ്മളിപ്പോൾ മലയാളത്തിലൊക്കെ കവിതയൊക്കെ എഴുതുമ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, കവിത എഴുതുന്ന സമയത്ത് വരുന്നതാണ്. അല്ലാതെ നമ്മൾ ആലോചിച്ച് ഇങ്ങനെ എഴുതണം എന്ന് വിചാരിച്ച് വരുന്ന കാര്യങ്ങളൊന്നുമല്ല. ഒരു ടോപ്പിക്ക് കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വാക്കുകൾ വരുന്നതാണ്. പക്ഷേ എല്ലാ ഇംഗ്ലീഷ് വേർഡ്സിൻ്റെയും മലയാളം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഡിക്ഷണറിയൊക്കെ നോക്കിയിട്ട് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ UAPA എന്ന് പറയുന്ന സംഭവമാണ് ഈ പറയുന്ന മുഹമ്മദ് സനൂഫിനെ ചുമത്തപ്പെടുത്തി. അപ്പം അറിയാമല്ലോ നിങ്ങൾക്ക് എന്താണ് സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്കിനി എപ്പിസോഡ് 60 ഒരു കാര്യം പറയാം. എപ്പിസോഡ് 60 നമ്മൾ കാരാഗ്രഹത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? ഓർമ്മിക്കുന്നുണ്ടെന്ന് എൻ്റെ ചോദ്യം അതായിരുന്നു. ബന്ധുവാര് ശത്രുവാര് എന്ന പാട്ടിലെ സെയിം ഫിലിമിൻ്റെ പേരും ബന്ധുവാര് ശത്രുവാരുമാണ്, സോങ്ങും ബന്ധുവാര് ശത്രുവാരും എന്നാണ്. അപ്പോൾ അതിൽ ആ സോങ്ങിൽ വരുന്നുണ്ട് ഇവിടെ കാരാഗ്രഹം, ഇവിടെ വീടിനെ കുറിച്ചൊക്കെ പറയുമ്പോഴാണ് കാരാഗ്രഹം എന്നുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ള രീതിയിലാണ് ആ പാട്ടിൽ വരുന്നത്. അപ്പോൾ എന്താണ് കാരാഗ്രഹം എന്ന് ഞാൻ എപ്പിസോഡ് 60 ഞാൻ ചോദിച്ചു. അപ്പോൾ എന്താണ് കാരാഗ്രഹം നിങ്ങൾക്ക് അറിയാമോ? എനിക്ക് തോന്നുന്നു ആരും എനിക്ക് അന്ന് മെസ്സേജ് അയച്ചിട്ടില്ല എന്നാണ്. എൻ്റെ കമൻറ്റ് ബോക്സിലൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? അപ്പോൾ കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രിസൺ എന്നുള്ളതാണ്. ഇറ്റ്സ് ലൈക്ക് എ ജയിൽ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കാരാഗ്രഹത്തിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് ജയിലെന്നോ പ്രിസൺ എന്ന് പറയുന്ന വഴിക്ക് മനസ്സിലാവുന്നത് പുറത്തേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടി നമ്മൾ ജീവിക്കുന്ന ഒരു പ്ലേസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്ന കാരാഗ്രഹം കൊണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പ്രിസണും ജയിലും പോലെ അല്ല കേട്ടോ. കാര്യം ഇപ്പോഴത്തെ ജയിലിലും പ്രിസണിലൊക്കെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ നല്ല ഫുഡും എന്താ അല്ലേ, മട്ടണും ഇറച്ചിയും ചിക്കനും മുട്ടയും ഒക്കെയാണ് കിട്ടുന്നതെന്ന് പറയുന്നു. എൻ്റെ ഇടയ്ക്ക് നല്ലൊരു കോമഡി ഉണ്ടായിരുന്നു. സഹോ ഒരു പ്ലേയിങ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ അവർ നന്നായിട്ട് ഇതിനെക്കുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. ജയിലിൽ പോകുന്നതാണ് നല്ലത്. കാര്യം നല്ല അടിപൊളി എന്താണ് ഫുഡ്, പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ശമ്പളവും കൂട്ടിയെന്ന്. പണിയെടുക്കുകയാണെങ്കിൽ നന്നായി പണിയെടുക്കുന്നവർക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരിടത്ത് പെണ്ണ് കാണാൻ പോകുന്നതാണ്. അപ്പം സഹോദരന് വേണ്ടിയിട്ട് അത് പെണ്ണ് ചോദിച്ച് പോകുന്നത്. സഹോദരൻ ഗൾഫിലാണ്. അപ്പോൾ ഉടനെ തന്നെ വീട്ടുകാർ പറയുന്നുണ്ട് ഗൾഫിലാണല്ലേ, ഓക്കെ, നിങ്ങളെവിടെ വർക്ക് ചെയ്യുന്നത്? തൊട്ടടുത്തിരിക്കുന്ന വേറൊരു സാധനം വെച്ചാൽ അയ്യോ അവൻ്റെ കാര്യമൊന്നും പറയണ്ട, അവനിപ്പോൾ ഒരു അടിപിടി കേസും ഇതൊക്കെ ആയിട്ട് ക്രിമിനലായിട്ട് ഇപ്പോൾ ജയിലില്ല. 6-7 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഇറങ്ങും, ചിലപ്പോൾ ഒരു 10 കൊല്ലം അതിനുള്ളിൽ ഇറങ്ങും. ഇപ്പോൾ അതേ പരോളിൽ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അവർ പറഞ്ഞേ എന്നാൽ പിന്നെ ജയിലിൽ പോയിരിക്കുന്ന ആ സഹോദരനുമായിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയാം ജയിലിലാണെങ്കിൽ നല്ല സുഖവാസം, നല്ല സുഖഭക്ഷണം, ജോലി എടുത്താൽ നല്ല ശമ്പളം, അതോ പെർമനൻ്റായിട്ട് ശമ്പളം കിട്ടുകയും ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പരോളിൽ 3 മാസം കൂടുമ്പോൾ പരോളിൽ വീട്ടിൽ വരികയും ചെയ്യും. ഗൾഫിലാണെങ്കിൽ 5-6 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. പിന്നെ ശമ്പളത്തിനും ഒരു സ്ഥിരതയില്ല. അപ്പോൾ പിന്നെ ഏറ്റവും നല്ല ജയിലിലുള്ള ആളെ കൊണ്ട് കെട്ടിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കോമഡി ഷോ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും അത് ചോദിച്ചു ദൈവമേ, അപ്പോഴാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പോൾ ജയിലിലൊക്കെ കൊണ്ടിട്ടിട്ട് എന്താ കാര്യം? എന്ത് പണിഷ്മെൻറ്റാണ് ഇവർക്ക് കിട്ടുക? നല്ല സുഖഭക്ഷണവും ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക പൈസയും കിട്ടും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പരോളിൽ ഇറങ്ങുകയും ചെയ്യും. പക്ഷെ അത് മാറ്റണം. അത് മാത്രമല്ല ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഇപ്പം നമ്മുടെ ഗവൺമെൻറ് സ്കൂൾസിൽ ഫുഡ് തീരെ മോശവും
ഈ ജയിലിലൊക്കെ നല്ല ഭക്ഷണം. അപ്പോൾ അത് മാറ്റിയിട്ട് ഗവൺമെൻറ് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇത് മാറ്റി ഏറ്റവും നല്ല ഫുഡ്, ഇപ്പോൾ മുട്ടയും വെജിറ്റബിൾസും അതുമാത്രമല്ല ചിക്കനും ഒക്കെ അവർക്ക് കൊടുക്കുക. പിന്നെ എന്താ പറയുക, ജയിലിലേക്ക് ജസ്റ്റ് എന്തെങ്കിലും കഞ്ഞിയും പയറും ആക്കുക. എനിക്ക് തോന്നുന്നത് നമ്മുടെ മുഖ്യമന്ത്രി വിജയ് ഇതിൽ ചെറിയ മാറ്റം വരുത്താൻ പോകണു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി. അപ്പോൾ എൻ്റെ മുഖ്യമന്ത്രി ആയതെങ്ങനെ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. കാര്യം ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ ബേസ്ഡ് ആണല്ലോ കുറച്ച് പണി ജോലി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെയും കൂടെ മുഖ്യമന്ത്രിയാണ് വിജയ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇനി ജയിലുകളിലൊക്കെ കഞ്ഞിയും പയറും നല്ല കാര്യം. ശരിക്കും പറഞ്ഞ ആളുകൾ അങ്ങനെ അപ്പോൾ അവർക്ക് ഷുഗറൊന്നും ഉണ്ടാവില്ല കേട്ടോ. കഞ്ഞിമാരൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഷുഗറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ മരുന്നൊന്നും എടുക്കണ്ട. അപ്പോൾ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഇപ്പം നിങ്ങൾക്ക് എന്താണ് UAPA എന്ന് മനസ്സിലായി, അതുപോലെ തന്നെ കാരാഗ്രഹത്തിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ. Krishna's color key. Let's talk, let's chat, and let's enjoy.